സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും സൺസ്ക്രീൻ ചൂസ് ചെയ്യേണ്ടത് അല്ലേ മാം? ഓക്കെ. അപ്പം ഈ SPF-ഉം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത്? ഇപ്പം പല SPF-ലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണല്ലോ. പലരും വിചാരിക്കുന്നത് SPF 50 തന്നെ വേണമെന്നാണ്. അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ഓക്കെ, SPF എത്ര മുകളിലോട്ട് പോകുന്നു അത്രയും നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു SPF 30 ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 97% പ്രൊട്ടക്ഷൻ കിട്ടും ഈ UV റേസിൽ നിന്ന്. ഇനി നമ്മളൊരു SPF 50 ആവുമ്പോൾ അത് 98% പ്രൊട്ടക്ഷനാണ്. 1% പ്രൊട്ടക്ഷൻ്റെ വ്യത്യാസമേ ഉള്ളൂ SPF 30യും SPF 50യും തമ്മിൽ. പക്ഷെ കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ ഉപയോഗിക്കേണ്ട കാര്യമല്ല, ലൈഫ് ലോങ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പോൾ ആ കോസ്റ്റ് നമുക്കൊരു കൺസേൺ ആണെങ്കിൽ SPF 30 ആയാലും വലിയ പ്രശ്നമില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 50 തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്.